ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ കുറച്ച് പോർഷൻസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനോടകം നിങ്ങൾ ഫസ്റ്റത്തെ ഇതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഫ്രാക്ഷൻ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ നമുക്ക് കാണാം. ഈ പിക്ചറിനകത്ത് ഇവിടെ ഒരു ഇതേപോലെ ഒരു ആർക്കുണ്ട്. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതായത് ഇത് എത്ര ഫ്രാക്ഷനാണ്, ഈ സർക്കിളിൻ്റെ എത്ര ഫ്രാക്ഷനാണ്, ഈ ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ എത്ര ഫ്രാക്ഷനാണെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നോർമലി നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം. അതിനകത്ത് നമ്മൾ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും എഴുതുന്നത്? എന്തിൻ്റെ ഫ്രാക്ഷനാണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. ഡിനോമിനേറ്ററിൽ വേണ്ട നമ്മൾ എഴുതുന്നത് അതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ട് അതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പം ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറയുമ്പം നമുക്കിവിടെ ആർക്കിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്നത് സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ഇത് സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇപ്പം ഇതൊരു ആർക്കാണ്. ഈ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരയ്ക്കുന്ന ആംഗിളും അതുപോലെ തന്നെ ഈ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ഈ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആ ആംഗിൾ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 80 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി അറിയണം ബൈ 360. അപ്പോൾ ഇവിടെ 0യും 0യും ക്യാൻസലാകും. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതാം. 36നെ നമുക്ക് 4 × 9 എന്നും എഴുതാം. അപ്പം 4ഉം 9ഉം ക്യാൻസലായി. പിന്നെ നമുക്ക് എന്താ വരുന്നത്? 2/9 എന്ന് കിട്ടും. അപ്പോൾ 2/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ 2/9 പാർട്ടാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, 2/9 ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വെൻ ദ കോർണർ ഓഫ് എ ബെൻഡ് വയർ വാസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. വെൻ ദ കോർണർ ഓഫ് എ ബെൻഡ് വയർ വാസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് സർക്കിളാണ്. ആദ്യത്തെ പിക്ചർ നോക്കിയേ, ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വയർ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഓക്കെ, 1/10 ഓഫ് ദ സർക്കിൾ വാസ് കണ്ടെയ്ൻഡ് വിതിൻ. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട്. 1/10 എന്നുള്ളത് നമുക്കിവിടെ എന്താണ്? 1/10 തന്നിട്ടുണ്ട്. യെസ്, 1/10 തന്നിട്ടുണ്ട്. അപ്പം അത്രയും ഭാഗമാണ് തന്നിരിക്കുന്നത്. ഇനി ഇഫ് ദ കോർണർ ഓഫ് ദിസ് വയർ ഈസ് പ്ലേസ്ഡ് ഓൺ എ പോയിൻ്റ് ഓഫ് ദിസ് സർക്കിൾ ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. സെക്കൻഡ് പിക്ചറിൽ വന്നപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ വയർ ബെൻഡ് ചെയ്തിരിക്കുന്നത് എന്ത് പറ്റി? അത് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ട് സർക്കിളിൻ്റെ വേറൊരു ഭാഗത്ത് വന്ന് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പിക്ചറിൽ എന്താണ് പറയുന്നത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വുഡ് ഇറ്റ് കണ്ടെയ്ൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർക്കിളിൻ്റെ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി വാട്ട് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിൻറ്റ് ഓൺ അനദർ സർക്കിൾ ആസ് ഇൻ ദ തേർഡ് പിക്ചർ. അപ്പോൾ തേർഡ് പിക്ചറിലപ്പോൾ ഈ രണ്ട് സർക്കിൾസും സെയിം ആണ്, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ ഗ്രീൻ സർക്കിൾ ഈ ബ്ലൂ സർക്കിൾസിനോട് സെയിം അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർക്കിളിൽ ഈ ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന എത്ര പാർട്ടാണ്? അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഫ്രാക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് പിക്ചറിലെ
ഓക്കെ, ഫസ്റ്റ് പിക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ അത് എത്ര പാർട്ടാണെന്ന് തന്നിട്ടുണ്ട്. 1/10 പാർട്ടാണ്. അപ്പോൾ 360 ഇൻറ്റു 1/10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തു, ദെൻ 36 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 36 ഡിഗ്രിയാണ്. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇവിടെ വരുമ്പോഴും എന്താണ്? 36 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വുഡ് ഇറ്റ് കണ്ടെയ്ൻ? അതായത് ഇവിടുത്തെ ചോദിച്ചിരിക്കുന്ന ഈ ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെക്കൻഡ് പിക്ക് അല്ലെങ്കിൽ ഫിഗറിൽ സെക്കൻഡ് പിക്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. എന്താണ്? സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360. അതിനകത്ത് സെൻട്രൽ ആംഗിൾ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് 36 ആണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് നമുക്കിവിടെ ഒരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ ഈ 36ൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്, അല്ലേ? ഇപ്പോൾ 36 ആണെങ്കിൽ ഇത് 72 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ 72 ഡിവൈഡഡ് ബൈ 360 എന്ന് കിട്ടും. ഇനി 72നെ നമുക്ക് 8 ഇൻറ്റു 9 എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ 360നെ നമുക്ക് 9 ഇൻറ്റു എന്നാന്ന് എഴുതാം? 9 ഇൻറ്റു 4 ആണ് 36, ദെൻ 40 വരും, അല്ലേ? ഓക്കെ, ഇനി ഇതിനകത്ത് 9ഉം ക്യാൻസലാവും. ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 40 എന്ന് കിട്ടും. 8 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കാം. 1 8s are 8, 8 5s are 40. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാർട്ട് എത്രയാണെന്ന് കിട്ടി? ദാറ്റ് ഈസ് 1/5. 1/5 പാർട്ടാണ് നമുക്കിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആർക്ക് എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ 1/5 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് തേർഡ് പിക്കിലേക്ക് വരാം. ഇവിടെ നമ്മൾ തേർഡ് പിക്കിലേക്ക് വന്നു കഴിയുമ്പം അതായത് ഇവിടെയുള്ള അതേ ആംഗിൾ തന്നെയാണ്. സോ ഇവിടെ 36 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത്. ഇനി 36 ഡിഗ്രി ആകുമ്പം ദെൻ സർക്കിൾ ആയാലും ഇവിടെ ആംഗിളിന് വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ഇവിടെ സെൻട്രൽ ആംഗിളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇത് വരുമ്പം എത്ര വരും? 36 ആണെങ്കിൽ ഇവിടെ 72 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പോൾ 72 ഡിഗ്രി ആണ് സെൻട്രൽ ആംഗിൾ. ദെൻ ഇവിടുത്തെ ഫ്രാക്ഷനാണ് നമുക്ക് ഈ ആർക്കിൻ്റെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ ആർക്കിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 72 ഡിവൈഡഡ് ബൈ 360. ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക്, അല്ലേ? ആർക്കിൻ്റെ ഫ്രാക്ഷനാണ് ഈസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ എത്രയാണ്? ഇവിടെ എത്ര വരുന്നത്? സെൻട്രൽ ആംഗിൾ 72. ഇത് 36 ഇവിടെ വരുമ്പോൾ അത് 72 ഡിവൈഡഡ് ബൈ 360 എന്ന് വരും. 72ന് നമുക്ക് 8 ഇൻറ്റു 9 എന്ന് എഴുതാം. ദെൻ 9 ഇൻറ്റു 4 ആണ് 36. അപ്പോൾ 40 എന്ന് എഴുതാം. 9 ക്യാൻസലാവും. ഇവിടെയും 8/40 ഈസ് ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. അപ്പം വേറൊരു സർക്കിളിലാണെങ്കിലും ആംഗിളിന് വ്യത്യാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ഇത് 1/5 പാർട്ടാണ്. ഇവിടെ എത്ര പാർട്ടാണ്? 1/5 പാർട്ട് ഓഫ് ദ സർക്കിളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം പേജ് നമ്പർ 36 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്തൊന്ന് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി കിട്ടുമെന്ന് തോന്നും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് മാത്രം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങളതിൻ്റെ ആൻസർ ചെയ്ത് നോക്കണം. ആർക്കിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, അത് തമ്മിലുള്ള റിലേഷൻ കൺഫ്യൂഷൻ വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് വൃത്തിയായിട്ട് തറവായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്